അമേരിക്കയെ നമ്പിയാൽ എന്തായിരിക്കും അവസ്ഥ? ചോദ്യം ചോദിക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനോടാണെങ്കിൽ അദ്ദേഹം നമ്മൾ കേട്ട് പഴകിയ ആ പ്രാസമൊപ്പിച്ചുള്ള മറുപടി തന്നെ പറയാനാണ് സാധ്യത. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം പാക് പാർലമെന്റിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പ്രസ്താവനയാണ്. അമേരിക്ക പാകിസ്ഥാനെ അവരുടെ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. അതിനുശേഷം ഒരു ടോയ്ലറ്റ് പേപ്പർ കണക്കെ വലിച്ചെറിഞ്ഞു. ഇതാണ് ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ പാർലമെന്റിൽ പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ബിൻ ലാദൻ വേട്ടയുടെ പേരിൽ നടത്തിയ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിയത് പാകിസ്ഥാനെ സംബന്ധിച്ച് വിനാശകരമായ തീരുമാനമായിരുന്നു എന്നുള്ളതാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ സൈനിക ഇടപെടലിനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ പാളി. അതിന്റെ ദുരന്തഫലം പതിറ്റാണ്ടുകളായി രാജ്യം അനുഭവിക്കുകയാണ്. മുൻ സൈനിക മേധാവികളായിരുന്ന സിയാ ഉൽ ഹഖ്, പർവേസ് മുഷറഫ് എന്നിവരുടെ താൽപര്യാർത്ഥമാണ് പാകിസ്ഥാൻ രാജ്യത്തിന് പുറത്തുള്ള സംഘർഷങ്ങളിൽ ഭാഗമായത്. ഇത്തരം സംഘർഷങ്ങളിൽ നിന്ന് പാകിസ്ഥാന്റെ സഖ്യകക്ഷികൾ പിന്മാറിയിട്ടും പാകിസ്ഥാൻ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ്. അഫ്ഗാനിലെ താലിബാനെതിരെ യുദ്ധം ചെയ്ത അമേരിക്ക പിന്മാറി. എന്നാൽ അവരെ പിന്തുണച്ച പാകിസ്ഥാൻ ഇപ്പോൾ സംഘർഷങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്കെതിരെ പോരാടിയവരിൽ പാകിസ്ഥാൻകാരും ഉണ്ടായിരുന്നു എന്ന ആരോപണം പാകിസ്ഥാൻ മുൻപ് നിഷേധിച്ചിരുന്നു. എന്നാൽ അത് അംഗീകരിച്ചുകൊണ്ടാണ് ഖ്വാജ ആസിഫ് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയത്. ജിഹാദിന്റെ ഭാഗമായാണ് പാകിസ്ഥാനികൾ അഫ്ഗാനിലേക്ക് പോയതെന്നാണ് വിശദീകരണം. അഫ്ഗാനിസ്ഥാനിൽ 1980കളിൽ അധിനിവേശം നടത്തിയ സോവിയറ്റ് യൂണിയനെതിരെ നിലപാടെടുത്തത് അമേരിക്കയുടെ താൽപര്യാർത്ഥമായിരുന്നു എന്ന് ഖ്വാജ ആസിഫ് പറയുന്നു. സോവിയറ്റ് യൂണിയനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കാൻ മതിയായ കാരണങ്ങളില്ലായിരുന്നു എന്നും ഖ്വാജ ആസിഫ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ താൽപര്യമെടുക്കാതെ വിവിധ സംഘർഷങ്ങളിൽ പങ്കാളിയാവുക വഴി രാജ്യത്ത് പതിറ്റാണ്ടുകളുടെ അസ്ഥിരതയ്ക്കും ആഭ്യന്തര സംഘർഷങ്ങൾക്കും വഴി തുറന്നു. ആദ്യം സോവിയറ്റ് യൂണിയനെതിരെയും പിന്നീട് താലിബാനെതിരെയും പാകിസ്ഥാൻ നിലപാടെടുത്തത് അമേരിക്കയിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക പാക്കേജും സൈനിക സഹകരണവും ലക്ഷ്യമിട്ടാണ്. അമേരിക്കയിൽ നിന്ന് ഈ ധാരണയുടെ പേരിൽ F-16 യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാൻ സ്വന്തമാക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനെതിരെ താലിബാൻ പോരാളികളെ സജ്ജരാക്കുന്നതിന് പരിശീലനം നൽകിയത് പാക് സൈന്യമായിരുന്നു. അതേ താലിബാൻ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെതിരെ ആയുധമെടുക്കുന്നു എന്നതാണ് കൗതുകകരമായ വസ്തുത. സോവിയറ്റ് യൂണിയനെതിരെ പ്രാദേശിക സൈനിക സംഘങ്ങളെ സജ്ജമാക്കിയതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് കോടികൾ പാകിസ്ഥാൻ സൈനിക മേധാവികൾ കൈപ്പറ്റിയെന്ന ആക്ഷേപവുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്കൊപ്പം നിന്ന് താലിബാനെതിരെ പാക് സൈന്യം യുദ്ധം ചെയ്യുന്നു. അതേ അഫ്ഗാനിസ്ഥാനിൽ തന്നെ വീണ്ടും താലിബാൻ അധികാരത്തിലേറുന്നു. അമേരിക്കൻ സേന അവിടെ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു. ഇതിനുശേഷം താലിബാനും അവരെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും പാകിസ്ഥാനുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന സമയത്താണ് ഖ്വാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ. താലിബാൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനിൽ വിവിധ ഇടങ്ങളിൽ നടത്തുന്ന സ്ഫോടന പരമ്പരകളും പാകിസ്ഥാന്റെ തലവേദനയാണ്. കഴിഞ്ഞ വർഷം മാത്രം 3500 ഭീകരാക്രമണങ്ങളാണ് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനിൽ നടപ്പിലാക്കിയത്. തെഹ്രീക്കെ താലിബാനെ നിരായുധീകരിക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ സൈനിക നടപടികൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടലിൽ കലാശിച്ചിരുന്നു. അതിർത്തിയിലെ സൈനിക പോസ്റ്റുകളടക്കം പിടിച്ചെടുത്ത് താലിബാൻ ശക്തമായ മറുപടി നൽകിയത് പാകിസ്ഥാന് നാണക്കേടാവുകയും ചെയ്തു. അമേരിക്കയ്ക്ക് വേണ്ടി താലിബാനെ ശത്രുപക്ഷത്ത് നിർത്തുകയും ഇന്ത്യ താലിബാൻ ഭരണകൂടവുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തതും പാകിസ്ഥാന്റെ ഗുരുതര പിഴവായാണ് വിലയിരുത്തുന്നത്. നടപടികളുടെ ഭാഗമായി അഫ്ഗാനിലേക്കുള്ള ചരക്ക് കടത്ത് പൂർണ്ണമായി നിർത്തിവെച്ചതും തിരിച്ചടിയായി. അതിർത്തി പ്രദേശങ്ങളിലെ കർഷകരുടെ ഉറപ്പായ ഒരു വിപണിയാണ് ഇതോടുകൂടി പാകിസ്ഥാനിൽ നഷ്ടമായത്. അതോടൊപ്പം ഇന്ത്യ അഫ്ഗാൻ വ്യാപാരം ശക്തിപ്പെടുന്നതിനും പാകിസ്ഥാന്റെ ഈ നടപടി കാരണമായി.